ഈശോയിൽ എത്രയേ സ്നേഹം നിറഞ്ഞവരെ. ഓഗസ്റ്റ് മാസം 22-ാം തീയതി തിരുസഭ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം ധരിപ്പിച്ചത് അനുസ്മരിക്കുന്ന ഇന്നേ ദിനം തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമത്തിൽ ഒരുപാട് ചർച്ചയായ ഒരു വിവാഹ വിരുന്ന് നടന്നു. അത് മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹമാണ്. അത് സംബന്ധിച്ചവരെ കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടന്നു. എങ്കില് ഈ ഒരു വിവാഹ വിരുന്നില് സംബന്ധിക്കാതിരുന്ന രണ്ടുപേരെ കുറിച്ചും ചർച്ചകൾ നടന്നു. അതൊന്ന് രാഹുൽ ഗാന്ധിയും രണ്ടാമത്തേത് വിരാട് കോഹ്ലിയുമായിരുന്നു. അങ്ങനെ ഇവരെ കുറിച്ചും ചർച്ചകളുണ്ടായി. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു വിവാഹ വിരുന്നാണ്. തൻ്റെ പുത്രന്റെ വിവാഹ വിരുന്നിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്ന ഒരു പിതാവ്. പക്ഷേ അതിലേക്ക് ആരും തന്നെ വരുന്നില്ല. ക്ഷണിക്കപ്പെട്ടവർ ആരും തന്നെ വരുന്നില്ല. അങ്ങനെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് അവരെ വീണ്ടും ക്ഷണിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരാള് വയലിലേക്കും മറ്റൊരാള് വ്യാപാരത്തിനും പോയി. ഇനി ചിലരാകട്ടെ ഈ ഭൃത്യന്മാരെ അപമാനിക്കുകയും മർദ്ദിക്കുകയും വധിക്കുകയും ചെയ്യും. ഇതാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കോപാക്രാന്തനായ ഈ പിതാവ് എല്ലാവരെയും വധിക്കുകയാണ്. എന്നിട്ട് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ശിഷ്ടരെയും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ആ വിവാഹ വിരുന്ന് മനോഹരമാക്കി തീർക്കുന്നു. അതോടൊപ്പം അതിലേക്ക് അദ്ദേഹം ഇവരെ അതിഥികളെ കാണുവാൻ ചെല്ലുമ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത വ്യക്തിയെ അദ്ദേഹം പുറത്തേക്ക് എറിയുവാനും ആവശ്യപ്പെടുന്നു. നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്നത് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് തിരുസഭയിലെ അംഗങ്ങളാക്കിക്കൊണ്ട് ഈശോ അനുദിനം ഒരുക്കുന്ന ഈ ഒരു ദിവ്യബലിയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അനുദിനം ഈ മഹത്തായ വിവാഹ വിരുന്നിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ ജീവിത വ്യഗ്രതകൾ മൂലം പല പല തിരക്കുകൾ മൂലം ഈ വിവാഹ വിരുന്ന് ഒഴിവാക്കി നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ദൈവം എത്രമാത്രം വേദനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ നിസ്സംഗത, ദൈവം നമുക്ക് വേണ്ടി കാത്തിരുന്നിട്ടും എല്ലാം ഒരുക്കി കാത്തിരുന്നിട്ടും നമ്മളുടെ നിസ്സംഗത ദൈവത്തെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളാകട്ടെ, നമ്മളിൽ ചിലരാകട്ടെ, സഭ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ഭൃത്യന്മാരെ വധിച്ചതുപോലെ സഭയ്ക്കെതിരായ കാര്യങ്ങളും ചെയ്യും, സഭയെ ദ്രോഹിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നു. ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കെടുക്കാവുന്ന ഒരു തീരുമാനം എന്നത് ദൈവം നമുക്ക് അനുദിനം ഒരുക്കുന്ന ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കുന്ന ഈ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കലും സഭയ്ക്കെതിരെ തിരിയാതിരിക്കുവാൻ, സഭ നമുക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ, സഭയുടേതായ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ, അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ സഭയെ അപമാനിക്കുവാനോ സഭയെ ഇകഴ്ത്തുവാനോ സഭയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കോ പോകാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.